ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ദോശ. അപ്പോൾ ഇന്ന് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പാൻ ചൂടാക്കിയിട്ട് കലക്കിയ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ മാവ് ഒഴിക്കണത്. ആ ഒഴിച്ച് പതുക്കെ പരത്തി കൊടുക്കാം. ചൂട് കല്ലിൽ വേണം മാവ് ഒഴിക്കാൻ. ദോശ ഒഴിച്ച ഉടനെ തന്നെ നമ്മളടുത്ത് മുട്ട എടുത്ത് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യാം. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് പതുക്കെ അതിന് ദോശയുടെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിനി ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ഹോൾ ദോശ കവർ ചെയ്യണ പോലെ ഈ മുട്ടയുടെ മഞ്ഞക്കരുവിനെ പൊട്ടിച്ച് അങ്ങനെ തേച്ച് കൊടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ആവശ്യമായ ഉപ്പ് നമ്മുടെ അളവിന് മുകളിൽ ഇട്ട് കൊടുക്കണം. അടുത്ത് കുറച്ച് പെപ്പർ കൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പെപ്പർ വേണ്ടെങ്കിൽ ഇടണ്ട. അടുത്ത് നമ്മൾ ഗരം മസാല ആണ് ഇടേണ്ടത്. ഇപ്പം നമുക്ക് ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മട്ടൻ മസാല ഇടുകയാണ്. അത് ഇങ്ങനെ ഇതുപോലെ അങ്ങ് കുറച്ച് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് എൻഹാൻസ് ആവും. അടുത്തൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് മറിച്ചിടാം. ദോശ മറിച്ചിടാണ്. ദോശ ഇതുപോലെ മറിച്ചിട്ട് വെക്കാം. മറിച്ചിട്ട് ഒരു കുറച്ച് നേരം ദോശ വേവണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ എടുക്കാം. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയി കാണും. കണ്ടാ റെഡി. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ദോശയും ചട്നിയും ചമ്മന്തിപ്പൊടിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക.